അടിച്ചത് കണ്ടില്ലേ സിക്സർ? കണ്ടോ, ടെർമൈറ്റിനോട് കളിച്ചാൽ എന്താ സംഭവിക്കാന്ന് കണ്ടില്ലേ? ഇത് കണ്ടോ, ടെമ്പോ അണ്ണന്റെ പുതിയ കണ്ടുപിടുത്തം. വളരെ വ്യത്യസ്തമായ കാർ, TV രംഗ കാർ. ഒരൊറ്റ വാക്കിൽ പറയണമെങ്കിൽ ഫെന്റാബുലസ്. കാര്യമായിട്ട് പറയാണ് ടെമ്പോ അണ്ണ, നിങ്ങളുടെ കാർ വളരെ അടിപൊളിയായിട്ടുണ്ട്. ഇതൊക്കെ വളരെ സാധാരണ കാര്യമാണ് മോനെ. ഇപ്പൊ ഇതിന്റെ സൈലൻസറിന്റെ ശബ്ദം ഒന്ന് കേൾക്ക്. നല്ല അടിപൊളി ശബ്ദം. കാറിന്റെ എൻജിൻ ശബ്ദം കേട്ടതും എന്റെ വയറ്റിന്റെ അകത്തും പുടുപുടൂന്ന് ശബ്ദം കേൾക്കുന്നു. ഞാൻ എന്തെങ്കിലും കഴിക്കട്ടെ? ടെമ്പോ അണ്ണാ, വിചാരിച്ച ഞാനും ഇതുപോലെ ഒരു കാർ ഉണ്ടാക്കാൻ പറ്റും, അറിയാമോ? ആണോ? ഏത് തരം കാറാണ് മേയർ അങ്കിൾ? The car. അയ്യോ, ഈ ടെർമൈറ്റ്സ് എവിടുന്നാ വന്നിരിക്കുന്നത്? വേണ്ട ടെമ്പോ അണ്ണ, നിങ്ങൾ ആരെയും അങ്ങനെ അടിക്കുകയോ കൊല്ലുകയോ ചെയ്യരുത്. ഓഹോ, അയ്യോ, ഇത് ഭയങ്കര പ്രശ്നം പിടിച്ച ടെർമൈറ്റ് ആണെന്ന് തോന്നുന്നല്ലോ. എന്റെ സ്പാനർ തിന്നു മുടിച്ചു. ഇതിന്റെ വിഷമം കാണുമ്പോ എനിക്ക് വീണ്ടും വിശക്കുന്നു. ഞാൻ എന്തെങ്കിലും കഴിക്കട്ടെ? ഇതേതാണ്ട് വ്യത്യസ്തമായ ടെർമൈറ്റ് ആണെന്ന് തോന്നുന്നല്ലോ. ഇത് മെറ്റൽ മാത്രമാണ് കഴിക്കുന്നത്. എന്ന് വെച്ചാൽ ഇത് മെറ്റൽ ടെർമൈറ്റ് ആണ്, അതും റോബോട്ടിക് ടെർമൈറ്റ് ആണ്. ഈ ഒരു ടെർമൈറ്റ് കാരണം ഇത്രയും പ്രശ്നങ്ങളാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഇതുപോലെ ഒരുപാടെണ്ണം വന്നാൽ പിന്നെ എന്താവും നമ്മുടെ കാര്യം? ഇനി എന്താ ചെയ്യാ? അയ്യോ അയ്യോ, എന്റെ കാറ് തിന്ന് തീർത്തല്ലോ. ആരെങ്കിലും ഇതിനൊന്ന് തടഞ്ഞു നിർത്തൂ. R7 ബ്ലിങ്ക് ആവുന്നുണ്ട്. എന്ന് വെച്ചാൽ സൺസിറ്റിക്ക് എന്തോ അപകടമുണ്ട്. ഇങ്ങനെ പോയാൽ ഈ സിറ്റി മുഴുവൻ ഇവൻ നാശമാക്കുന്ന തോന്നുന്നു. ഇവൻ എന്തെങ്കിലും ചെയ്തേ പറ്റൂ കീക്കോ. വേഗം, അതിവേഗം R7 ഇന്ന് പുറത്തേക്ക് വരട്ടെ. സൂപ്പർ സ്പീഡോ കാർ. സൂപ്പർ സ്പീഡോ, ഈ മെറ്റൽ ടെർമൈറ്റ് നമ്മുടെ സിറ്റിയെ തന്നെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ അതിനെ തടഞ്ഞു നിർത്തണം. വിഷമിക്കണ്ട കീക്കോ, ഞാൻ ആ ടെർമൈറ്റിനെ ഇപ്പൊ തന്നെ അടിച്ചു പുറത്താക്കാം. ആ ടെർമൈറ്റ്സിന്റെ കഥ കഴിക്കാനായി ഫോർമുല നമ്പർ 67 അപ്ലൈ ചെയ്യ്. ഓക്കെ ബഡി, ഫോർമുല നമ്പർ 67 ആക്ടിവേറ്റിംഗ്. Kiko, let's go. We are here to stop the mess, yo. They are eating all the metal. We need to get all this settled. These are not normal termites. They have really fatal lights. I'm no less, you know that, Kiko. I'll show you what they call me Speedo. Yeah. Let's go, Kiko, flip the script. Yeah. Let's crush the termites. Let's be quick.
ഇതാരാണ്? അത് മെറ്റൽ ടെർമൈറ്റ്സിന്റെ സ്ഥലമാണ്. ടോണി ബോസിന് ബെറ്റർ സ്ഥലം വിടുന്നതാണ്. ഈ ടോണിയോട് കയറി കളിച്ചാലുണ്ടല്ലോ. ടോണി ബോസ്, ഞങ്ങള് പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്നറിയോ? ഈ ടെർമൈറ്റ്സ് സൺസിറ്റിയെ താവളമാക്കാതിരിക്കാൻ നിങ്ങൾ എന്തെങ്കിലും ചെയ്യൂ. അതെ, ശരിയാ പറഞ്ഞത്. അങ്ങനെ ചെയ്താൽ നമുക്കൊരു കാര്യം പ്രൂവ് ചെയ്യാൻ പറ്റും. സൺസിറ്റിയുടെ റിയൽ ഹീറോ നിങ്ങളാണെന്ന് പ്രൂവ് ചെയ്യാം, കിക്കോ അല്ല. നീ പറഞ്ഞതിലൊരു പോയിന്റ് ഉണ്ട്. ടെർമൈറ്റിന്റെ ബോസ് ആണ് ഞാൻ. മെറ്റൽ എല്ലാം എനിക്ക് സ്വന്തം. സൺസിറ്റ് വാസികളെ, നിങ്ങൾക്കെല്ലാവർക്കും ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് വാണിംഗ് ഞാൻ തരികയാണ്. എത്രയും പെട്ടെന്ന് ഈ സൺസിറ്റ് വിട്ട് നിങ്ങൾ എങ്ങോട്ടെങ്കിലും പോയിക്കോ. അതാണ് നിങ്ങൾക്ക് നല്ലത്. അതല്ലാതെ നിങ്ങൾ ഇവിടെ നിൽക്കുകയാണെങ്കിൽ സർവനാശം സംഭവിക്കും. ഹലോ മിസ്റ്റർ ടെർമൈറ്റ് ബോസ്, ഞാൻ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യാണ്. പ്ലീസ്, നിങ്ങൾ എത്രയും പെട്ടെന്ന് ഞങ്ങളുടെ സൺസിറ്റി വിട്ടു പോയേക്കണം. എത്ര മെറ്റൽസ് നിങ്ങളുടെ ടെർമൈറ്റ്സ് നശിപ്പിച്ചുവോ അതെല്ലാം ഞങ്ങൾക്ക് തിരികെ തരണം. നീ ആരടാ ചക്ക? മുട്ടയിൽ നിന്ന് വിരിഞ്ഞില്ല, അതിനു മുമ്പ് എനിക്ക് ഓർഡർ തരികയാണോ? എന്റെ പേര് കീക്കോയാണ് ടെർമൈറ്റ് ബോസ്. ആര് തെറ്റു ചെയ്താലും ശരി, അവരെ ശരിപ്പെടുത്തുന്നത് എന്റെ കർത്തവ്യമാണ്. ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ ഈ ലോകം മുഴുവനും കീഴടക്കും. അതുകൊണ്ട് ഞാനൊന്നും നിന്നെ പോലെയുള്ള കൊച്ചുകുട്ടികളെ കണ്ട് പേടിക്കില്ല. കാരണം നിന്നെ പോലെയുള്ള ആളുകളെ പാഠം പഠിപ്പിക്കാൻ എന്റെ മെറ്റൽ ടെർമൈറ്റിന്റെ ചുറ്റികയുണ്ട്. വേഗം, അതിവേഗം R7 നിന്ന് പുറത്തേക്ക് വരട്ടെ സൂപ്പർ സ്പീഡ് കാർ. കറക്റ്റ് ടൈമിൽ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി, അല്ലെങ്കിൽ ആ ടെർമൈറ്റ് നമ്മളെ കടിച്ചു തിന്നനെ. ടെർമൈറ്റ്സിൽ നിന്ന് രക്ഷപ്പെടാൻ നമ്മളിപ്പോൾ സൂപ്പർ സോണിക് മിസൈൽ യൂസ് ചെയ്യണം ബഡി. നീ പറഞ്ഞത് ശരിയാണ് കീക്കോ, പക്ഷെ എന്റെ കൈവശം വെറും 4 സൂപ്പർ സോണിക് മിസൈൽസേ ഉള്ളൂ. കുഴപ്പമില്ല, തൽക്കാലം നമുക്ക് അതിൽ ഒരെണ്ണം മാത്രം യൂസ് ചെയ്യാം. ഓക്കെ ബഡി കീക്കോ. അടിച്ചത് കണ്ടില്ലേ, സിക്സർ. കണ്ടോ, ടെർമൈറ്റിനോട് കളിച്ചാൽ എന്താ സംഭവിക്കാന്ന് കണ്ടില്ലേ? അവന്റെ കാര്യം നമുക്ക് പിന്നെ നോക്കാം. ആദ്യം ജനങ്ങളെ നമുക്ക് രക്ഷിക്കാം. ഇത്രയും ജനങ്ങളെ നമുക്ക് ഒറ്റയടിക്ക് രക്ഷിക്കാൻ പറ്റില്ല. ബ്രിഡ്ജ് ഇപ്പൊ തകരുമെന്നാണ് തോന്നുന്നത്. സൂപ്പർ സ്പീഡോ, ഫോർമുല നമ്പർ 84 അപ്ലൈ ചെയ്യ്. ഓക്കെ ബഡി. കലക്കി, വീണ്ടും ഇന്ന് നിങ്ങൾ പല പേരുടെ ജീവൻ രക്ഷിച്ചിരിക്കുകയാണ്. ഐ എം പ്രൗഡ് ഓഫ് യു. വേണ്ട മേയർ അങ്കിൾ, ഇനിയും ഒരുപാട് ജോലി ബാക്കിയുണ്ട്. നമ്മൾ ടെർമൈറ്റ്സിനെ വകവരുത്തണം. ലോകത്തെ നമുക്ക് രക്ഷിക്കണം. എന്നുവെച്ചാൽ ഫുൾ ആൻഡ് ഫുൾ ലോകത്തിനെ രക്ഷിക്കേണ്ടി വരും. അയ്യോ, ആ ടെർമൈറ്റ്സിന്റെ പുതിയ കാറാ തിന്നു തീർത്തത്. കേക്കോ, എന്തായാലും ശരി, പക്ഷെ നീ ആ ടെർമൈറ്റ്സിനെ ചിന്ന ഭിന്നമാക്കി ചട്നിയാക്കണം. അവരെ വെറുതെ വിടരുത് മോനെ. കിക്കോ, എനിക്കൊരു കാര്യമാണ് മനസ്സിലാവാത്തത്. ആ ടെർമൈറ്റ്സ് എല്ലാ മെറ്റൽസിനെയും തിന്നു തീർക്കുകയാണ്. അത് ട്രക്കിനെയും വിട്ടുവെക്കുന്നില്ല, കാറിനെയും വിട്ടുവെക്കുന്നില്ല. ആ സൂപ്പർ സ്പീഡോ മാത്രം എങ്ങനെയാണ് രക്ഷപ്പെട്ടത്? അത് ഞാൻ പറയാം. കാരണം സൂപ്പർ സ്പീഡോ അത് സാധാരണ മെറ്റൽ കൊണ്ട് ഉണ്ടാക്കിയതല്ല. അത് 7 സ്പെഷ്യൽ മെറ്റൽ അലോയ്സ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് ടെർമൈറ്റ്സിന് സൂപ്പർ സ്പീഡോയെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഒരൊറ്റ വാക്കിൽ പറയണമെങ്കിൽ സൂപ്പർ സ്പീഡോയുടെ മാനുഫാക്ചറിംഗ് മെറ്റൽ യുണീക്ക് ആണ്. പക്ഷെ എനിക്ക് ഒരു കാര്യം മാത്രം മനസ്സിലാകുന്നില്ല. ആ ടെർമൈറ്റ്സ് ഇത്രയ്ക്ക് മെറ്റൽ തിന്ന് തീർക്കുകയാണെങ്കിൽ ആ ടെർമൈറ്റ്സിന്റെ വയറ് വേദനിക്കില്ലേ? ടെമ്പോ അണ്ണ, അത് നോർമൽ ടെർമൈറ്റ്സ് അല്ല, അത് മെക്കാനിക്കൽ ടെർമൈറ്റ്സ് ആണ്. അതായത് മെഷീൻ ടെർമൈറ്റ്സ് ആണ്.
അതെല്ലാ മെറ്റൽസിനെയും തിന്നു തീർക്കുകയല്ല, വേറെ എവിടെയോ കൊണ്ടുപോവുകയാണ്. ഈഷ്, എന്തിനാ, എങ്ങോട്ടാ? അതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. എന്നാൽ കണ്ടുപിടിക്കേ, എന്നിട്ട് എന്നോട് പറയൂ. പിന്നെ നോക്കിക്കോ, ആ ടെർമേറ്റ്സിനെ ഞാൻ എടുത്തിട്ട് പെരുമാറിക്കളയും. ഇതുപോലെ പല വർഷങ്ങൾക്ക് മുമ്പ് ഞാനൊരു കള്ളനെ വകവരുത്തി. ഏത് കള്ളനാ അങ്കിൾ? ബൾബ് കള്ളൻ. ദിവസവും രാത്രി സ്ട്രീറ്റ് പോസ്റ്റിലുള്ള ബൾബുകളൊക്കെ അവൻ മോഷ്ടിക്കുമായിരുന്നു. ഒരു പ്രാവശ്യം ഞാൻ അവനെ പിടിച്ചിട്ട് അടിച്ച് ചവിട്ടി അവസാനം ലോകത്തിന് പുറത്തേക്ക് എടുത്തെറിഞ്ഞു. ജനങ്ങൾ അവന് ഏലിയൻസ് എന്ന് വിളിക്കുകയുണ്ടായി. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? സത്യമാണോ? അതെ അതെ, പിന്നെ അല്ലാതെ. ഞാൻ പറഞ്ഞത് കള്ളമാണെങ്കിൽ എന്റെ തലയിൽ ഒരു മുട്ട വീഴട്ടെ. എന്ന് വെച്ചാൽ നിങ്ങൾ പറഞ്ഞത് കള്ളമാണ്. ആ ടെർമൈറ്റ്സ് ഒക്കെ ഇപ്പൊ എങ്ങോട്ടാ പോയതെന്ന് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? ഗ്ലാസ് നിറയെ സർബത്തും ജ്യൂസും എടുത്തു വെച്ച് കുടിക്കാൻ നോക്കുമ്പോൾ കുറച്ച് ഈച്ചകൾ വന്ന് അത് മൊത്തം കുടിച്ച് തീർത്തിട്ട് പോയി. സാറ് പറഞ്ഞു വന്നതിന്റെ അർത്ഥം നമ്മുടെ സിറ്റിക്ക് പുറത്തുള്ള റെയിൽവേ ട്രാക്ക് ഇല്ലേ, അതിപ്പോ കാണാതായിരിക്കുകയാണ്. റെയിൽവേ ട്രാക്കും ഇരുമ്പിലുണ്ടാക്കിയതാണ് എന്ന് വെച്ചാൽ മെറ്റൽ ടെർമൈറ്റ്സ് തിന്നു തീർക്കാണോ? വേഗം വാ സൂപ്പർ സ്പീഡോ. അതാ നിൽക്കുന്ന മെറ്റൽ ടെർമൈറ്റ്സ്. ഞാൻ മെറ്റൽ ടെർമൈറ്റിന്റെ ബോസ് ആണ്. ടോട്ടൽ മെറ്റൽ എനിക്ക് സ്വന്തമാണ്. ബഡി, എന്റെ മിസൈൽസ് യൂസ് ചെയ്ത് അവന്മാർ തകർക്കട്ടെ. വേണ്ട ബഡി, ആദ്യം അവന്മാരുടെ താവളം നമുക്ക് കണ്ടെത്തണം. ഇത്രയും മെറ്റൽസ് വെച്ച് അവന്മാർ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് കണ്ടുപിടിക്കണം. ഇപ്പോൾ നീ സൈലന്റ് ആയിട്ട് അവരെ ഫോളോ ചെയ്. ഓൾ റൈറ്റ് ബഡി. ഇവൻ സൺസിറ്റി വിട്ട് വളരെ ദൂരേക്കാണല്ലോ പോകുന്നത്. ഒരു പ്രശ്നമില്ല, അവനെ വിടാതെ ഫോളോ ചെയ്യും. ഓക്കേ ബഡി. ഈ ഫാക്ടറി പല വർഷങ്ങളായി പൂട്ടിക്കിടക്കാണല്ലോ. ടെർമൈറ്റോ ഇവിടെ എന്താണ് ചെയ്യുന്നത്? സൂപ്പർ സ്പീഡോ, ഫോർമുല നമ്പർ 29 അപ്ലൈ ചെയ്. ഓക്കേ ഡ്യൂഡ്. സൂപ്പർ സ്പീഡോ, ആ ടെർമൈറ്റോ ഒരു വലിയ ഡെഡ്ലി ടെർമൈറ്റ് ഉണ്ടാക്കുകയാണ്. അത് കംപ്ലീറ്റ് ആവുന്നതിന് മുമ്പ് നമുക്ക് അവനെ തടഞ്ഞു നിർത്തണം. ഇതിപ്പോ വല്ലാത്ത പ്രശ്നമായല്ലോ. അവനെ എങ്ങനെ നമ്മൾ തടഞ്ഞു നിർത്തുക? ഒരു വഴിയുണ്ട്. നമ്മൾ എത്രയും പെട്ടെന്ന് ആ മെഷീന്റെ ഇലക്ട്രിക് സപ്ലൈ കട്ട് ചെയ്യണം. സൂപ്പർ സ്പീഡോ, ഫാക്ടറിക്ക് അകത്ത് കടക്കാനുള്ള വഴിയുണ്ടാക്ക്. ഓക്കെ ബഡി, റൂഫിലുള്ള ടിൻ ഷീറ്റ് ഞാൻ തകർത്തേക്കാം. ടെർമൈറ്റ് കൺഫ്യൂസ് ആകും, അത് അടയ്ക്കാൻ പറ്റാതെ വിഷമിക്കും. ഈ സോക്കറ്റിനെ കിക്ക് ചെയ്ത് പൊട്ടിച്ചേ മതിയാവുമെന്ന് തോന്നുന്നു. എടാ ചക്ക, ഇങ്ങനെയൊന്നും പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ല അല്ലേ? എന്നാൽ ശരി, 4 അടി കൊള്ളുമ്പോ നീ ഈ ടെർമോറ്റയെ മനസ്സിലാക്കും. സൂപ്പർ സ്പീഡോ, നിന്റെ സൂപ്പർ സോണിക് മിസൈൽ കൊണ്ട് ആ മെഷീൻ തകർത്തെറിഞ്ഞേക്ക്. ഓക്കെ ബഡി. കീക്കോ, ഇനി എന്റെ കയ്യിൽ 2 സൂപ്പർ സോണിക് വിസിലേ ഉള്ളൂ.
ശരി, നീ ഒരു കാര്യം ചെയ്. 2 മിസൈലും ഒന്നിച്ച വലിയ ടെർമൈറ്റ് മേളിലേക്ക് അയക്കേ. ഓക്കെ ബഡി. സൂപ്പർ സ്പീഡോ, ഇവിടെ ഓടിക്കോ. എനിക്ക് തോന്നുന്നത് 2 വായുള്ള ടെർമൈറ്റ് മോൺസ്റ്ററിൽ നിന്ന് രക്ഷപ്പെടാൻ നമ്മൾ രണ്ടാളും തനിച്ച് വേണം ഫൈറ്റ് ചെയ്യാൻ. ഓക്കെ ബഡി. സൂപ്പർ സ്പീഡോ, സ്പ്ലിറ്റ്. ഓ, നമ്മുടെ ഈ ഐഡിയയും ഫ്ലോപ്പായി പോയല്ലോ. സൂപ്പർ സ്പീഡോ, ഇലക്ട്രിസിറ്റി. ഓക്കെ ബഡി, ഇപ്പൊ തന്നെ ഇലക്ട്രിസിറ്റി പവർ വെച്ച് ഈ ടെർമൈറ്റ്സിനെ മാഗ്നറ്റ് ആക്കി മാറ്റാം. കാലക്കി സൂപ്പർ സ്പീഡോ. ഇപ്പൊ നോക്കിക്കോ, ഇലക്ട്രിസിറ്റി കാരണം മെറ്റൽ കൊണ്ടുണ്ടാക്കിയ ടെർമൈറ്റ് മോൺസ്റ്റർ ഒരു ടെമ്പററി മാഗ്നറ്റായി മാറും. ഈ ഫാക്ടറിയിലുള്ള എല്ലാ മെറ്റൽസിനെയും അട്രാക്ട് ചെയ്യും. ആ കാണുന്ന ടിൻ ഷെഡ് പോലും. നീ എന്താടാ കരുതിയത്? ടെർമേറ്റോ ബോസിനെ അത്രയ്ക്ക് പെട്ടെന്ന് തോൽപ്പിക്കാൻ പറ്റുന്നോ? പറ്റില്ലടാ കൊച്ചനെ. നീ ചെയ്യുന്നതെല്ലാം മാറ്റിമറിച്ചെടുക്കാൻ എനിക്ക് കഴിയും. ഞാൻ എന്റെ ടെർമേറ്റ്സിന് ആന്റി മാഗ്നറ്റിക് മോഡ് ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതിലൊന്നും ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ ഒരു പവറും ഇതിൽ വർക്കൗട്ട് ആകില്ല. നീ ഒരു കാര്യം ശ്രദ്ധിച്ചോ സൂപ്പർ സ്പീഡോ? ടെർമൈറ്റോയുടെ സിഗ്നൽ കണ്ടിട്ടാണ് ഈ ടെർമൈറ്റ്സ് എല്ലാം ജോലി ചെയ്യുന്നത്. എത്രയും വേഗം ഫോർമുല നമ്പർ 577 അപ്ലൈ ചെയ്യും. ഓക്കെ ബഡി കീക്കോ, ഫോർമുല നമ്പർ 577 ആക്ടിവേറ്റിംഗ്. നീ എന്താടാ കരുതിയത് കൊച്ചനെ? നീ ടെർമേറ്റയെ ജയിച്ചെന്നോ? ടെർമേറ്റയെ ജയിക്കുന്നത് ഇംപോസിബിൾ ആണ്. ഇപ്പൊ നോക്കിക്കോ, 2 തലയുള്ള ഈ ടെർമേറ്റ് നിന്നെ എത്ര കഷ്ണങ്ങളാക്കാനാ പോകുന്നെന്ന് നോക്കിക്കോ. അവന്റെ കൈ രണ്ടും കെട്ടിയിട്ടിട്ട് അവൻ എങ്ങനെ ടെർമൈറ്റ്സിനെ കൺട്രോൾ ചെയ്യുന്നത്? ഞാനൊരു പാറ്റേൺ അബ്സർവ് ചെയ്തിട്ടുണ്ട്. എപ്പോഴെല്ലാം ടെർമൈറ്റോ എന്തെങ്കിലും സംസാരിക്കുന്നുവോ അപ്പോഴെല്ലാം ഈ വലിയ ടെർമൈറ്റ് സ്റ്റാച്യു പോലെ നിൽപ്പുണ്ട്. ടെർമൈറ്റോ സംസാരിക്കുന്നത് നിർത്തി കഴിയുമ്പോൾ അപ്പോഴാണ് ഇവൻ ആക്ടിവേറ്റ് ആവുന്നത്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. എന്ന് വെച്ചാൽ നീ എന്താണ് പറഞ്ഞു വരുന്നത് കീക്കോ? അതായത് റിമോട്ട് ബട്ടൺ ടെർമൈറ്റോയുടെ വായിക്കാത്ത ഉള്ളെന്ന് തോന്നുന്നു. അവൻ വായ തുറന്ന് സംസാരിക്കുമ്പോൾ ഈ ടെർമൈറ്റോയെ കൺട്രോൾ ചെയ്യാന്ന് തോന്നുന്നു. ഓ, എന്നാൽ ഇപ്പോൾ തന്നെ എക്സ്റേ എടുത്ത് കൺഫേം ചെയ്തേക്കാം. നീ പറഞ്ഞത് ശരിയാണ് ബഡി. ഇനി എങ്ങനെയാണ് അവനെ തടഞ്ഞു നിർത്തുന്നത്? എത്രയും പെട്ടെന്ന് ആ റിമോട്ട് കൺട്രോൾ നമ്മൾ പൊട്ടിച്ചു കളയണം ബഡി. പക്ഷെ എങ്ങനെ? അതിനൊരൊറ്റ വഴിയേ ഉള്ളൂ. സൂപ്പർ സ്പീഡോ, ഫോർമുല നമ്പർ 86 അപ്ലൈ ചെയ്യ്. ഓക്കെ ബഡി.
കള്ളനെ പിടിച്ച് ജയിലിലിട്ട് അവന്റെ കരൾ കലങ്ങുന്ന വിധത്തിൽ 4 ഇടി കൊടുക്കുന്ന സമയമായി കഴിഞ്ഞു. എന്താ പറഞ്ഞത്? ആര് പറഞ്ഞതിന്റെ അർത്ഥം? യു ആർ അണ്ടർ അറസ്റ്റ്. വരൂ, ഇപ്പോൾ ഈ മെറ്റൽ പീസസ് വെച്ച് നമ്മുടെ സൺസിറ്റിയെ വീണ്ടും നമുക്ക് ആ റാഡിന് എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന്. മേരങ്കിൾ, ഞങ്ങളെ സ്നോലാൻഡിലേക്ക് വിളിച്ചോണ്ട് വന്നതിന് വളരെ താങ്ക്സ്. യു ആർ വെൽക്കം ട്വിങ്കിൾ കുട്ടികളെ. വരുമ്പോൾ നമ്മളൊരു അല്പം സ്നാക്സ് എടുത്തോണ്ട് വരായിരുന്നു. ഈ ഐസിനുള്ളിൽ മിക്സ് ചെയ്ത് നല്ല സൂപ്പർ ആയിട്ട് കഴിക്കാൻ. അല്ല, നിങ്ങൾ എല്ലാവരും ഇവിടെയുണ്ട്. പക്ഷേ നമ്മുടെ കീക്കോ എവിടെയാണ്? അങ്ങോട്ട് നോക്കി, അവിടെയുണ്ട്. ഓക്കേ, റെഡി സ്റ്റഡി ഗോ. എന്റെ ദൈവമേ, ഇത് 2 വാക്കിൽ പറയണമെങ്കിൽ മിന്നൽ വേഗം. അയ്യോ, നമ്മുടെ കീക്കോ എന്തുമാത്രം ഫാസ്റ്റ് ആണെന്ന് കണ്ടോ? താങ്ക് യു ടെമ്പോ അണ്ണ. ഫാസ്റ്റിനെക്കാളും ഭയങ്കര ഫാസ്റ്റ് ആണ്. സൂപ്പർ ഫാസ്റ്റ്. ഫാസ്റ്റ് എന്ന് പറഞ്ഞപ്പോഴാ ഓർത്തത്, ഞങ്ങളുടെ അല്പം ഫാസ്റ്റ് ഫുഡ് കഴിച്ചോട്ടെ. അതിഭയങ്കരമായിട്ട് വിശക്കുന്നു. ഈ കിക്കോ എപ്പോഴും എന്തെങ്കിലും ഒരു സ്റ്റണ്ട് കാണിച്ച് പോപ്പുലർ ആകുന്നു. സ്നോയുടെ കളർ വൈറ്റ്. ടോണി ബോസിന് ചെയ്യാൻ അറിയില്ല ഫൈറ്റ്. ഈ ടോണിയോട് കയറി കളിച്ചാൽ എന്താകും അറിയാലോ. അതായത് ഞങ്ങൾ പറയാൻ വന്ന കാര്യം ടോണി ബോസ്, അതായത് കീക്കോ വിചാരിച്ചു കാണും അവന്റെ ഈ സ്റ്റണ്ടൊക്കെ കണ്ട് നിങ്ങളങ്ങ് വരണ്ടു പോയെന്ന് വിചാരിച്ചു കാണും. ആണോ? നീ ഈ സ്നോ ബോളിനെ കണ്ടിട്ടാണോ പേടിക്കുന്നത് കിക്കോ? പിന്നെ എന്തിനാണ് നീ അതിനെ കണ്ട് ഇങ്ങനെ പേടിച്ച് ഓടി ഒളിക്കുന്നത്? അല്ല അല്ല, ഞാൻ സ്നോയിൽ എന്റെ സ്പീഡ് കൺട്രോൾ ചെയ്യാൻ പ്രാക്ടീസ് ചെയ്യായിരുന്നു. നിനക്കിപ്പോ ഞാൻ കാണിച്ചു തരാം. ഈ സ്നോ ബോൾസിനെ എങ്ങനെ ഫേസ് ചെയ്യേണ്ടത് ഞാൻ കാണിച്ചു തരാം. കലക്കി ബോസ്, ഇപ്പൊ നിങ്ങളെ കാണാൻ എങ്ങനെയുണ്ടെന്ന് അറിയോ? സ്നോമാൻ പോലെ തന്നെയുണ്ട്. ഇത്രയ്ക്ക് ഐസ് കണ്ടപ്പോ നൈസായിട്ട് എന്തെങ്കിലും കഴിക്കാൻ തോന്നുന്നു. അതിഭയങ്കരമായിട്ട് വിശക്കുന്നു. ആദ്യം ഈ ക്യാരറ്റ് ഞാൻ കഴിച്ചേക്കാം. ഇപ്പൊ ടോണി ബോസ് മറ്റുള്ളവരുടെ മുഖത്ത് എങ്ങനെ നോക്കും? അതെന്താ? കാരണം ടോണി ബോസിന്റെ മൂക്ക് കട്ട് ചെയ്ത് കളഞ്ഞില്ലേ, നോസ് കട്ട്. ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഐസ്ലാൻഡിൽ വെച്ച് സ്റ്റിക്ക് ഐസ് റെഡിയാക്കി തരാം.
കലക്കി. പക്ഷെ അത് എങ്ങനെയാ ഉണ്ടാക്കുക? ഇവിടെ ഐസ്ക്രീം വെക്കുന്നവർ ആരും തന്നെ ഇല്ലല്ലോ. ഇതാ ഇങ്ങോട്ട് നോക്കൂ. കലക്കി, നല്ല രുചിയുണ്ട്. കാര്യമായിട്ട് പറയാ, ടെമ്പോണ്ണയുടെ ഈ സ്റ്റൈലിനെ പ്രശംസിക്കാൻ വാക്കുകളില്ല. ആ, എന്തു പറ്റി മേയർ അങ്കിൾ? എല്ലാ കാര്യങ്ങളും ശരി തന്നെ. അതെ അതെ, ഇതുവരെ എല്ലാം നോർമലാണ്. പക്ഷേ അടുത്തടുത്ത് എന്ത് സംഭവിക്കുമെന്ന് അറിയില്ല. എന്നുവെച്ചാ അത് കാര്യം എന്തെന്നാൽ കീക്കോ, ഞാൻ ഇങ്ങോട്ട് നിങ്ങളുടെ എല്ലാവരുടെയും കൂടെ വെക്കേഷൻ സെലിബ്രേറ്റ് ചെയ്യാൻ പോകുന്നു എന്ന പേരിൽ ഒരു സീക്രട്ട് മിഷന് വേണ്ടിയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. അതേത് ടൈപ്പ് മിഷനാണ് മേയർ അങ്കിൾ? അതായത് ശരിക്കും പറഞ്ഞാൽ എന്നോട് ഈ കൺട്രിയുടെ പ്രസിഡന്റ് യുറേനിയം റാഡിനെ വളരെ സൂക്ഷിച്ച് ഇന്റർനാഷണൽ റിയാക്ടർ ലാബിൽ കൊണ്ടുപോയി ചേർക്കാൻ പറഞ്ഞിരിക്കുകയാണ്. ഈ യുറേനിയം റോഡ് എന്ന് പറയുന്ന സാധനം എന്താണ്? കാണാനത് ഫിഷിംഗ് റോഡ് പോലെ ഉണ്ടാവുമോ എന്തോ? അല്ല ഡോഡോ, അത് വളരെ പവർഫുൾ ആയ റോഡാണ്. അതിൽ നിന്നും ന്യൂക്ലിയർ പവർ പുറത്തേക്ക് വരും. അതുകൊണ്ട് ന്യൂക്ലിയർ ബോംബും ഉണ്ടാക്കാം. കറക്റ്റ്. ഇപ്പോൾ എന്റെ ഭയം എന്താണെന്ന് വെച്ചാൽ, പോകുന്ന വഴിക്ക് ആരെങ്കിലും അടിച്ചു മാറ്റി കൊണ്ടുപോവുകയാണെങ്കിൽ, അത് വെച്ച് ആരെങ്കിലും ആറ്റം ബോംബ് തയ്യാറാക്കുകയാണെങ്കിൽ ഈ ലോകം മൊത്തം നശിച്ചു പോകും. പക്ഷേ യുറേനിയം റോഡ് എവിടെയാണുള്ളത്? വളരെ രഹസ്യമായ സ്ഥലത്താണ്. ഇത് കണ്ടോ, അരമണിക്കൂർ കഴിഞ്ഞ് ആ റോഡ് എടുത്തുകൊണ്ട് വരുന്ന വണ്ടി അത് ഇവിടെ വരും. അതിനുശേഷം ഞാൻ ആ വണ്ടിയെ പിക്കപ്പ് ചെയ്യണം. അവിടുന്ന് അതിന് ലാബിലേക്ക് കൊണ്ടുപോയി ചേർക്കേണ്ടത് എന്റെ ജോലിയാണ്. അതാലോചിച്ച് നിങ്ങൾ വിഷമിക്കണ്ട അങ്കിൾ. നമ്മുടെ കീക്കോ ഇവിടെ ഉണ്ടല്ലോ, അവനെല്ലാം നോക്കിക്കോളും. വരൂ അങ്കിൾ, ഞാനും നിങ്ങളുടെ കൂടെ വന്ന് ആ യുറേനിയം റോഡിനെ സംരക്ഷിച്ച് ലാബിലേക്ക് കൊണ്ടുപോകാം. ആ റാഡിന് എന്തോ ഒരു പ്രശ്നമുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. സിഗ്നൽസ് ആ ഭാഗത്തുനിന്നാ വരുന്നത്. നിങ്ങൾ വിഷമിക്കണ്ട മേയർ അങ്കിൾ, അത് ഞാൻ നോക്കിക്കോളാം. മമ്മി, എത്രയും പെട്ടെന്ന് ആ യുറേനിയം റാഡിനെ രക്ഷിക്കൂ. ഇപ്പോൾ ഞാൻ ഇത് വെച്ച് ഒരു ആറ്റം ബോംബ് റെഡിയാക്കും. ജനങ്ങളെല്ലാം എന്നെ കണ്ട് ബോംബ് ബോസ് എന്ന് പറയും. ഇവിടുന്ന് നോക്കുമ്പോൾ ഒന്നും കാണാൻ പറ്റുന്നില്ലല്ലോ. വേറെ വഴിയില്ല, സൂപ്പർ സ്പീഡോയെ വിളിച്ചേ പറ്റൂ. വേഗം, അതിവേഗം R7 നിന്ന് പുറത്തേക്ക് വരട്ടെ സൂപ്പർ സ്പീഡോ കാർ. ഞാൻ കീക്കോ, എന്റെ ബെല്ലമെന്ന സൂപ്പർ സ്പീഡോ, വിളിച്ചാലുടെ നടി വന്നെത്തുന്ന ഹീറോ, ഉലങ്ങായി നിൽക്കുന്ന ഒരു സീറോ. എന്റെ മുന്നിൽ അതിലുള്ള വഴി നിന്നെ കൂട്ടിപ്പോ. റൈറ്റ് ആയാലും ശരി, റോങ് ആയാലും ശരി, തെറ്റിക്കണ്ടാൽ ഒരിക്കലും ഞാൻ പൊറുക്കില്ല, ഞാൻ പൊറുക്കില്ല. സൂപ്പർ സ്പീഡോ, ആരോ ഒരാൾ ഈ ട്രക്കിൽ നിന്നും യുറേനിയം റോഡ് അടിച്ചു മാറ്റിക്കൊണ്ട് പോയിരിക്കുക. നമ്മൾ അവനെ കണ്ടുപിടിച്ചേ പറ്റൂ. ഓക്കെ കീക്കോ, ഇപ്പൊ ഏത് ഫോർമുലയാണ് അപ്ലൈ ചെയ്യേണ്ടത് പറയൂ. ഫോർമുല നമ്പർ 212 അപ്ലൈ ചെയ്യ്. ഓക്കെ ബഡി, ഫോർമുല നമ്പർ 212 ആക്ടിവേറ്റ് ചെയ്തേക്കാം.
സ്പീഡോ വാ നമുക്ക് ആ ഭാഗത്തേക്ക് പോകാം. അവൻ ആ ഭാഗത്താണ് ഉണ്ടാവുക. Who can be the real fraud? Someone stole the uranium rod. I wanna know who had the guts. You are now stuck in a rut. Now it's time to break some bones. You are in a danger zone. Kiko, let's go kick him out. Show him what we're all about. ഒരു മിനിറ്റ് മിസ്റ്റർ ബോംബോസ്, നിങ്ങൾ ആ യുറേനിയം റോഡ് മോഷ്ടിച്ച് വലിയൊരു തെറ്റാണ് ചെയ്തിരിക്കുന്നത്. അത് കൊണ്ടുപോയി തിരിച്ചു കൊടുത്തിട്ട് ചെയ്ത തെറ്റ് തിരുത്താൻ നോക്കൂ. എടാ കൊച്ചു ചെക്ക, നിനക്ക് അത്രയ്ക്ക് ധൈര്യമുണ്ടോ? നീ ബോംബോസിനാണോടാ പേടിപ്പിക്കുന്നത്? ഞാൻ പേടിപ്പിക്കുകയല്ല, റിക്വസ്റ്റ് ചെയ്യാണ് മിസ്റ്റർ ബോംബോസ്. നീ റിക്വസ്റ്റ് ചെയ്തത് കൊണ്ട് ഈ ബോംബോസ് ഇപ്പോ വളരെ സന്തോഷത്തിലാണ്. ഇന്ന് എന്റെ സന്തോഷത്തിന്റെ ഒരു ചെറിയ ഗിഫ്റ്റ്, മാമ്പഴം. കലക്കി മാമ്പഴം. എനിക്ക് ഭയങ്കരമായിട്ട് വിശക്കുന്നു. തീർച്ചയായിട്ടും ഇത് ഞാൻ തന്നെ കഴിക്കും. ഇത്തരം പനിപ്രദേശങ്ങളിൽ മാമ്പഴം ഉണ്ടാകാൻ ചാൻസ് ഇല്ലല്ലോ. ഇവിടുന്ന് നമ്മൾ മേലോട്ട് കയറണമെങ്കിൽ നമുക്ക് നോർമൽ ടയറിന്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നു. ഇതിൽ കൂടുതൽ വേഗത്തിൽ ആക്സിലറേറ്റ് ചെയ്യേണ്ട സൂപ്പർ സ്പീഡോ. അങ്ങനെ ചെയ്താൽ ഈ മഞ്ഞ് പ്രദേശത്തിൽ നമ്മൾ കുടുങ്ങിപ്പോകും. പിന്നെ എന്താ ചെയ്യേണ്ടത് കീക്കോ? സൂപ്പർ സ്പീഡോ ഫോർമുല നമ്പർ 61 അപ്ലൈ ചെയ്യ്. ഓക്കേ ബഡി. ഈ കുട്ടിച്ചാത്തൻ എന്നെ വിടില്ലെന്ന് തോന്നുന്നല്ലോ. ഇപ്പൊ ഒരു ബോംബ് ഇവന്റെ മേലേക്ക് എറിയണം. ഇപ്പൊ നീ ബോംബേഴ്സിന്റെ ബോംബ് ബ്ലാസ്റ്റ് കാണാൻ പോവുകയാ. കലക്കി സൂപ്പർ സ്പീഡോ. അവന്റെ ഒരു ബോംബ് പോലും നമ്മുടെ മേളിൽ കൊള്ളാതെ നിരക്ഷിച്ചു. എന്താ പിള്ളേര്, വലിയ ബുദ്ധിമാനാണെന്ന് വിചാരമുണ്ടല്ലേ? എന്റെ ഈ ഷൂട്ട് ബോംബിൽ നിന്നും നിങ്ങൾ രക്ഷപ്പെടുന്നത് ഞാനൊന്ന് കാണട്ടെ. ഒറ്റ വാക്കിൽ പറയണമെങ്കിൽ നമ്മളിപ്പോ ശരിക്കും കുടുങ്ങിപ്പോയി. കീക്കോ, ആ ബോംബ് എന്റെ ബോണറ്റിൽ വന്ന് കുടുങ്ങിയിരിക്കുകയാണ്. ഇപ്പോഴെന്താ ചെയ്യേണ്ടത്? എന്റെ ദൈവമേ, അതൊരു പക്ഷെ പൊട്ടിച്ചെറിയാലോ? ഞാനൊരു അല്പം കഴിച്ചോട്ടെ. വിശപ്പോട് കൂടി മരിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. സൂപ്പർ സ്പീഡോ ഫോർമുല നമ്പർ 55 അപ്ലൈ ചെയ്യ്. ഓൾ റൈറ്റ് ബഡി. ഫോർമുല നമ്പർ 55 ആക്ടിവേറ്റഡ്. കുറെ ദിവസമായിട്ട് ബോണറ്റ് കവർ ചേഞ്ച് ചെയ്യണമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഓ, എങ്കിൽ പിന്നെ ഞാൻ എന്റെ ഫ്ലൈയിങ് ബോംബ് തന്നെ യൂസ് ചെയ്യേണ്ടി വരുമെന്ന് തോന്നുന്നു. ചേടാ, ഇത് വലിയ പ്രശ്നമായല്ലോ. ഫ്ലൈയിങ് ബോംബോ? വിഷമിക്കണ്ട കീക്കോ, ഇപ്പൊ ഞാൻ അവൻ എങ്ങനെയാ കളിപ്പിക്കുന്നതെന്ന് നോക്കൂ. എന്റെ കളി കണ്ടില്ലേ? ഒന്ന് തിരിഞ്ഞു നോക്കിക്കേ. ആ ഫ്ലൈയിങ് ബോംബ്സ് പോയ വേഗത്തിൽ തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതുപോലുള്ള സമയത്ത് എനിക്കൊരു ഒറ്റ വാക്കേ ഓർമ്മ വരുന്നുള്ളൂ. വേഗം ഓടിക്കോ. അത് ടാർഗറ്റ് ഫോളോയിങ് ബോംബ്സ് ആണെന്ന് തോന്നുന്നു. അത് അത്ര പെട്ടെന്ന് നമ്മളെ വിട്ടു പോവില്ല. സൂപ്പർ സ്പീഡോ ഫോർമുല നമ്പർ 230 അപ്ലൈ ചെയ്യ്. ഓക്കെ ബഡി, ഇപ്പൊ ഞാൻ ആ ഫ്ലൈയിങ് ബോംബ്സിന്റെ കഥ തീർത്തേക്കാം. യുറേനിയം റോഡിന് ഒരു കുഴപ്പവുമില്ല. അങ്ങോട്ട് നോക്ക്, ബോംബോസ് അങ്ങോട്ടേക്ക് ഓടുകയാണ്. വേഗം ചെല്ലുപടി. അവന്റെ കയ്യിൽ നിന്ന് യുറേനിയം റോഡ് നമ്മൾ വാങ്ങിയേ പറ്റൂ.
വേഗം ചെല്ലു സൂപ്പർ സ്പീഡോ. ഒരു പക്ഷേ ആ ഡോർ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അകത്തേക്ക് പോകാൻ പറ്റില്ല. ടോപ്പ് വേർഷൻ മെക്കാനിസം ആക്ടിവേറ്റഡ്. എന്റെ ദൈവമേ, മഞ്ഞ പ്രദേശത്ത് ഇത്രയും വലിയൊരു സ്ഥലമോ? ഇപ്പൊ നമ്മൾ ആ ബോംബ് ബോസിനെ എങ്ങനെ തേടി കണ്ടുപിടിക്കാൻ പോകുന്നത്? ഞാൻ അവനെ തേടി കണ്ടുപിടിച്ചേക്കാം. നിങ്ങൾ രണ്ടാളും സൂപ്പർ സ്പീഡോയ്ക്കകത്ത് തന്നെ ഇരുന്നോ. ഞാൻ ചെന്ന യുറേനിയം റോഡ് എടുത്തോണ്ട് വന്നേക്കാം. സൂപ്പർ സ്പീഡോ, അതുവരെ നീ കാമോഫ്ലാജ് മോഡ് ഓൺ ചെയ്തു വേ. അപ്പൊ നിന്നെ ആർക്കും കാണാൻ പറ്റില്ല. ഫോർമുല നമ്പർ 77. ഓൾറൈറ്റ് ബഡി കീക്കോ. ബോംബ് ബോസിന്റെ സ്വപ്നം എത്രയും പെട്ടെന്ന് ഫലിക്കുന്നതായിരിക്കും. എത്രയും പെട്ടെന്ന് ഞാൻ ആറ്റം ബോംബ് തയ്യാറാക്കും. അത് എനിക്ക് സ്വന്തമായിരിക്കും. ലോകത്തിലുള്ള എല്ലാ ബോംബുകളും എന്റെ കയ്യിലുണ്ട്. പക്ഷെ ആറ്റം ബോംബ് ഇല്ലാത്തത് മാത്രമായിരുന്നു ഒരു വലിയ കുറവ്. ഇപ്പോൾ എന്റെ ആ ആഗ്രഹവും നിറവേറാൻ പോവുകയാണ്. ഏതാണ്ട് ബോംബ് ബോസ് ഈ വഴിക്കായിരിക്കും പോയിരിക്കുന്നത്. എടാ കൊച്ചു ചെക്ക, എന്നോടാണോ നിന്റെ കളി? നീ എങ്ങനെടാ അകത്തേക്ക് വന്നത്? ഇങ്ങനെ തന്നെയാടാ. ഈ സ്ഥലത്ത് എനിക്ക് ഇത്രയും വേഗം ഓടാനും പറ്റും. ഇതുപോലെ എനിക്ക് യുറേനിയം റോഡിനെ പൊക്കാനും പറ്റും. അടിച്ചു മാറ്റിക്കൊണ്ട് പോകാനും പറ്റും. നിന്റെ കളി ഒരല്പം കൂടിപ്പോയി. ഇനി ഞാൻ നിന്നെ വിട്ടുവയ്ക്കുന്ന പ്രശ്നമില്ല. സൂപ്പർ സ്പീഡോ, അനങ്ങാതെ അങ്ങനെ തന്നെ ഇരിക്കെ. ബോംബോസ് നമ്മുടെ പുറകെ വന്നോണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്ക് ഇവൻ എങ്ങോട്ടാ പോയത്? കഥ കടഞ്ഞിരിക്കുന്നല്ലോ. എന്ന് വെച്ചാൽ അവൻ ഇവിടെ എവിടെയോ ഉണ്ട്. അത് ശരി, കാർ കാമോഫ്ലേജ് ചെയ്തു വെച്ചിരിക്കാണല്ലേ. ഇപ്പൊ ഞാൻ കാണിച്ചു തരാം. എന്റെ കയ്യിലുള്ള ഈ ഗോഗിൾസ് വെച്ച് നോക്കിയാൽ മതി. ഇനി നിനക്ക് എന്റെ കയ്യിൽ നിന്നും രക്ഷപ്പെടാൻ പറ്റില്ല. സൂപ്പർ സ്പീഡോ, ബോംബോസ് നമ്മളെ കണ്ടു കഴിഞ്ഞു. എത്രയും പെട്ടെന്ന് ഇവിടുന്ന് രക്ഷപ്പെടണം. കീക്കോ, പില്ലറിൽ ചെന്നിടിച്ചത് കൊണ്ട് എന്റെ കാമോഫ്ലോർ സിസ്റ്റം ഡാമേജ് ആയി പോയി. ഒരു പ്രശ്നമില്ല. ഇപ്പൊ ഈ ബോംബുകളിൽ നിന്ന് രക്ഷപ്പെട്ടിട്ട് ഇവിടുന്ന് എങ്ങനെയെങ്കിലും പുറത്തേക്ക് ചാടിയേ പറ്റൂ. പക്ഷെ ഇവിടുന്ന് എങ്ങനെയാണ് പുറത്തേക്ക് പോകുന്നത്? പുറത്തേക്ക് പോകാനുള്ള എൻട്രൻസ് അടച്ചു വെച്ചിരിക്കുകയാണ്. നീ അത് കണ്ടോ? അത് ശ്രദ്ധിച്ചായിരുന്നോ? എമർജൻസി എക്സിറ്റ് ബട്ടൺ ഉണ്ട്. അത് പ്രസ് ചെയ്തതും കതവ് തുറക്കും. ഒരു കാര്യം ചെയ്യ്, എന്നെ ഇവിടെ ഡ്രോപ്പ് ചെയ്തേക്ക്. ഞാൻ വേഗം നിന്ന് പ്രസ് ചെയ്തേക്കാം. അതുവരെ നിങ്ങൾ ബോംബോസിനെ കുറിച്ച് കളിപ്പിച്ചോണ്ടിരിക്കേ. ഗുഡ് ഐഡിയ. പക്ഷെ ഡോഡോ, സൂക്ഷിക്കണം, മനസ്സിലായല്ലോ?
നിന്റെ ഫ്രണ്ട് ഇപ്പോ എന്റെ കയ്യിൽ കുടുങ്ങിക്കിടക്കാണ്. ബോംബോസിനോട് കളിച്ചാൽ എന്താകുമെന്ന് മനസ്സിലായില്ലേ? ഒരു അക്ഷരം പോലും മിണ്ടാതെ ആ യുറേനിയം റാഡ് എനിക്ക് തന്നേക്ക്. അതല്ലെങ്കിൽ പിന്നെ നിന്റെ ഫ്രണ്ടിന്റെ കാര്യം അത്രേ ഉള്ളൂ. ഒരു മിനിറ്റ് നിൽക്ക്. ആദ്യം എന്റെ ഫ്രണ്ടിനെ അങ്ങ് വിട്ടേക്ക്. പറ്റില്ല. ആദ്യം ആ യുറേനിയം റാഡ് എനിക്ക് താ. ഇന്ന പിടിച്ചോ. ഒരു പ്രശ്നവുമില്ല. നീ ആ യുറേനിയം റാഡ് എടുത്തോണ്ട് പൊയ്ക്കോ. എന്റെ കൈവശം ഈ ലാബ് ഉള്ളത് വരെ വീണ്ടും ഞാൻ ഇതുപോലെ യുറേനിയം റോഡ് മോഷ്ടിച്ചു കൊണ്ടുവന്ന് ആറ്റം ബോംബ് എപ്പോ വേണമെങ്കിലും ഞാൻ ഉണ്ടാക്കും. സോറി മിസ്റ്റർ ബോംബോസ്, ഇനി ഈ ലാബ് ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. ഉണ്ടായിരുന്നു എന്ന് പറയാം. ഇത് പിടിച്ചോളൂ മേരങ്ക്. യുറേനിയം റോഡിന് ഒരു ചെറിയ പോറൽ പോലും പറ്റില്ല. താങ്ക് യു കിക്കോ. മഞ്ഞുമലകളിൽ കിടന്ന് സർക്കസ് കളിച്ചവൻ തലയും കുത്തി ഇതാ കിടക്കുന്ന എന്റെ മുൻപിൽ എന്ന് വെച്ചാൽ സാറ് പറഞ്ഞു വരുന്നതിന്റെ അർത്ഥം യു ആർ അണ്ടർ അറസ്റ്റ്. എന്റെ അനുവാദം കൂടാതെ നിങ്ങൾ എല്ലാവരും ഇവിടെ വന്ന് വലിയ തെറ്റാണ് ചെയ്തിരിക്കുന്നത്. ഒരിക്കലും നിങ്ങൾ ആരും ഇങ്ങോട്ട് വരരുതായിരുന്നു. ഇപ്പോൾ നിങ്ങൾ ചെയ്ത ആ തെറ്റിന് ശിക്ഷ അനുഭവിച്ചേ പറ്റൂ. കൊള്ളാം, ഇന്നത്തെ പിക്നിക് അടിപൊളിയായിട്ടുണ്ട് അല്ലേ കിക്കോ? അതെ മേയറങ്കിൾ, ശരിക്കും ഈ ട്രിപ്പ് രസകരമാണ്. രസം എന്ന് വെച്ചാൽ സാധാരണ രസമല്ല, അതിഭയങ്കര രസം. അതുകൊണ്ട് അടുത്ത പ്രാവശ്യം പിക്നിക്ക് പോകുമ്പോ ഒരു ബസ്സല്ല 2 ബസ് കൊണ്ടുപോയേക്കാം. അയ്യോ അതെന്തിനാ? റേസിംഗ് മറ്റോ ചെയ്യാനുള്ള ഉദ്ദേശമുണ്ടോ? അല്ലെന്നേ, ഒരു ബസിന്റെ അകത്ത് നമുക്കിരിക്കാം. രണ്ടാമത്തെ ബസ്സിൽ കഴിക്കാനുള്ള സാധനം മൊത്തം ഫിൽ ചെയ്ത് വെച്ചേക്കാം. ഇപ്രാവശ്യം ആഹാരം ഒരു അല്പം കുറഞ്ഞുപോയി. ആഹാരം എന്ന് പറഞ്ഞപ്പോഴാ ഞാൻ എന്തെങ്കിലും കഴിക്കട്ടെ. അയ്യോ എന്റെ അമ്മേ, എന്താ ഇത്? എന്റെ വണ്ടിക്ക് പെട്ടെന്ന് എന്താ സംഭവിച്ചത്? അയ്യോ എന്റെ സാലോ, ഒന്ന് പെട്ടെന്ന് സ്റ്റാർട്ടാവ്. ഒരു പ്രശ്നമില്ലെന്ന്. ഞാനൊരു 2 മിനിറ്റ് കൊണ്ട് ഇത് ശരിയാക്കി എടുത്തേക്കാം. കാർബറേറ്റർ അത് കറക്റ്റാ, ബാറ്ററി അതും കറക്റ്റാ, കപ്ലിങ് കറക്റ്റാ, സ്റ്റാർട്ടർ മോട്ടർ കറക്റ്റ്. ഷടാ, എല്ലാം കറക്റ്റ് ആണല്ലോ. പിന്നെ ഈ ശാലു എന്താ സ്റ്റാർട്ട് ആകാത്തത്? ടെമ്പോ അണ്ണ, നിങ്ങൾ ഈ പാർട്സ് ഒക്കെ വീണ്ടും ഫിറ്റ് ചെയ്യാൻ ഒരുപാട് സമയമാണെന്ന് തോന്നുന്നു. അതൊന്നും ഇല്ല കുട്ടാ, അതൊക്കെ എനിക്ക് ഈസി ആയ കാര്യമാണ്. ഇപ്പൊ നോക്കിക്കോ. വരൂ, നമുക്ക് അകത്തേക്ക് ചെന്ന് നോക്കാം. ഒരു പക്ഷെ ആരെങ്കിലും നമ്മളെ സഹായിച്ചാലോ.
എന്റെ ദൈവമേ, ഇത്രയും വലിയ ബംഗ്ലാവോ? ബംഗ്ലാവ് എന്ന് പറഞ്ഞപ്പോഴാണ് ഓർമ്മ വന്നത്. ഞാൻ എന്റെ കയ്യിലുള്ള ഈ ടോഫി അങ്ങ് കഴിച്ചേക്കാം. അല്ല, ഇതിന്റെ വാതിൽ എങ്ങനെയാ തുറക്കുന്നത്? ബംഗ്ലാവിന്റെ വാതിൽ തന്നെത്താൻ എങ്ങനെയാ തുറന്നത്? മമ്മി, ഒരുപക്ഷെ ഇതിനകത്ത് വല്ല ഭൂതവും പതുങ്ങിയിരിക്കുന്നുണ്ടോ? മമ്മി, ഭൂതവും പ്രേതവും ഒന്നുമില്ല മേയർ അങ്കിൾ. വരൂ, നമുക്ക് അകത്തേക്ക് ചെല്ലാം. എന്തുമാത്രം ഡസ്റ്റാ ഇവിടെ. ഒരു ഒറ്റ വാക്കിൽ പറയണമെങ്കിൽ ഈ സ്ഥലം അൺടൈഡിയാണ്. പല വർഷങ്ങളായിട്ട് ഇവിടെ ആരും തന്നെ വന്നിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ല, ഇത്രയും വലിയൊരു പഴയ ബംഗ്ലാവ് ആരുടേതായിരിക്കും? എന്റേതാ. ഭൂതം! അങ്ങോട്ട് നോക്കൂ, ആ പഴയ പെയിന്റിംഗ് ഇയാളുടെയാണ്. ഓടിക്കോ മമ്മി, രക്ഷിക്കണേ മമ്മി, എന്റെ കാര്യം പോക്കാ. നിങ്ങൾ ആരും ഭയപ്പെടണ്ട, ഞാൻ ഭൂതമല്ല. എന്റെ പേര് പ്രിൻസ് എന്നാണ്. ഈ പെയിന്റിംഗ് എന്റെ അച്ഛൻ്റെതാണ്. ഇത് എന്റെ കൊട്ടാരമാണ്. ഗുഡ് ഈവനിങ് പ്രിൻസ് ചേട്ടാ. ഞങ്ങൾ ഇവിടെ അടുത്തുള്ള സൺസിറ്റിയിലാണ് താമസിക്കുന്നത്. ഞങ്ങൾ വന്ന ബസ്സിന് ഒരു ചെറിയ പ്രശ്നം, അതുകൊണ്ട് സഹായം തേടിയാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. ഇങ്ങോട്ട് വരരുതായിരുന്നു. കാരണം ഈ ബംഗ്ലാവിൽ സൂര്യൻ അസ്തമിച്ചതിന് ശേഷം 7 മണിക്ക് ശേഷം ഭയപ്പെടുന്ന രീതിയിൽ ചില സംഭവങ്ങൾ നടക്കാറുണ്ട്. ഈ ടോണി ഇവിടെ ഉള്ളപ്പോ നിങ്ങൾ ആരും ഒരിക്കലും ഭയപ്പെടേണ്ട കാര്യമില്ല. ആലോചിക്കാതെ ചാടിയിറങ്ങി എന്തെങ്കിലുമൊക്കെ ചെയ്യും. ടോണി ബോസ് തലകുത്തി താഴെ കിടക്കുന്നു. ഈ ടോണിയോട് കളി കളിച്ചാലുണ്ടല്ലോ. ഞാൻ പറയുന്നത് കേൾക്കൂ. സമയം ഇപ്പോൾ മണി 7 ഇപ്പോൾ തന്നെ നിങ്ങൾ എല്ലാവരും ഇവിടുന്ന് പോകുന്നതാണ് നല്ലത്. പക്ഷേ നിങ്ങൾ... ഞാനിവിടെ വല്ലപ്പോഴുമൊക്കെ വന്നു പോവാറുണ്ട്. ഞാനും ഇപ്പോൾ ഇറങ്ങാനിരിക്കുകയായിരുന്നു. 10 വന്നത് 8 തിരിച്ചു പോകാൻ ഒരിക്കലും പറ്റില്ലെന്നുള്ള കാര്യം അറിയാമല്ലോ. എന്താ പറഞ്ഞത്? സാറ് ചുരുക്കത്തിൽ പറഞ്ഞത് ട്വിങ്കിളും ഡൂഡോയും കാണാതെ പോയിരിക്കുക. സംഗതി കൊള്ളാലോ. എത്ര വലിയൊരു ലൈബ്രറിയാണിത്. ഇവിടെ ഒരുപാട് ബുക്സ് ഉണ്ടല്ലോ. 2 വേർഡ്സിൽ പറയണമെങ്കിൽ സൂപ്പർ അമേസിംഗ്. പക്ഷേ ഈ ബുക്സ് മൊത്തം പൊടി പിടിച്ച് കിടക്കാണല്ലോ. ഇതൊക്കെ ആരും എന്താ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്നത്? ആരാ അവിടെ? ഹലോ, ആരെങ്കിലും ഉണ്ടോ? ഭൂതത്തിന്റെ ബംഗ്ലാവ്. ഇത് ഏത് തരം ബുക്കാണ്?
ഞാൻ ശരിക്കും ഇതിനകത്ത് കുടുങ്ങിപ്പോയെന്നാ തോന്നുന്നത്. എന്നെ അങ്ങ് വിട്ടേക്ക്, എന്നെ വിട്ടേക്ക്. നിനക്കിപ്പോ എങ്ങോട്ടാ പോകേണ്ടത്? നീ ഇവിടെ എന്താ ചെയ്തോണ്ടിരിക്കുന്നത്? കഴിക്കാൻ ആഹാരം തേടിക്കൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ. നീ ഇവിടെ എന്താ ചെയ്യുന്നത്? ദേ അങ്ങോട്ട് നോക്ക് ഡോഡോ. ആ ബുക്സ് എല്ലാം നീയല്ലേ തള്ളിയിട്ടത്? ഏത് ബുക്ക്? ഇപ്പോ കുറച്ച് സമയത്തിന് മുമ്പ് ഈ ബുക്കുകളെല്ലാം താഴെ വീണ് കിടക്കായിരുന്നു. തീർച്ചയായിട്ടും ഇവിടെ ആരോ ഉണ്ട്. രക്ഷിക്കണേ, രക്ഷിക്കൂ, കീക്കോ. കീക്കോ, ഞങ്ങളെ രക്ഷിക്ക്, അല്ലെങ്കിൽ ആ രാക്ഷസൻ ക്യാരറ്റ് തിന്നുന്നത് പോലെ ഞങ്ങളെ അങ്ങ് തിന്നുകളയെന്ന് തോന്നുന്നത്. ഇയാള് രാക്ഷസനൊന്നുമല്ല, ഇയാള് എന്റെ ആളാണ്. ഇദ്ദേഹത്തിന്റെ പേര് ഹിമ്മത്ത് എന്നാണ്. സമയം ഇരുട്ടി, ഇനി നമുക്ക് ഇവിടുന്ന് പോകുന്നതാണ് നല്ലത്. ചന്ദ്രൻ ഉദിക്കുന്ന സമയമായി കഴിഞ്ഞു. ഇതിനു ശേഷം ഇവിടെ നിൽക്കുന്നത് അപകടം പിടിച്ച കാര്യമാണ്. എന്താ അപകടമാണുള്ളത് ഇവിടെ? സൂര്യൻ അസ്തമിച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു നിഴൽ ട്രാവൽ ചെയ്യുന്നുണ്ട്. ചിലർ അതിനെ ഭൂതമെന്നും പറയാറുണ്ട്, പിന്നെ ചിലരെ പ്രേതമെന്നും പറയാറുണ്ട്. അതാരാണെങ്കിലും ഒരുപാട് പവർഫുൾ ആണ്. എത്രയും വേഗം നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങാം. അയ്യോ, ഇത് ഞാനാണ്. എനിക്കും അത് തന്നെയാ തോന്നുന്നത്. എത്രയും പെട്ടെന്ന് നമുക്കും ഇവിടെ നിന്ന് ഇറങ്ങുന്നതാ നല്ലത്. വെറുതെ എന്തിനാ ഭൂതപ്രേതങ്ങളുമായിട്ട് പ്രശ്നം ഉണ്ടാക്കുന്നത്? എനിക്ക് ഭൂതത്തിനൊന്നും പേടിയില്ല. ഒരു കാര്യം അറിയോ, ഒരു പ്രാവശ്യം ഞാൻ ഒരു ഭൂതത്തിനെ പിടിച്ചു വെച്ച് ഒരുപാട് അങ്ങ് പെരുമാറി. അടിച്ചവന്റെ എല്ലുകൾ എണ്ണിയില്ലേ. പിന്നെ ആ ഭൂതം ബൂ ബൂ എന്ന് കരയാൻ തുടങ്ങി. സത്യമാണോ മേയർ അങ്കിൾ? പിന്നെ അല്ലാതെ. ഞാൻ പറഞ്ഞത് കള്ളമാണെങ്കിൽ എന്റെ തലയിൽ ചിലന്തി വല വന്ന് വീഴട്ടെ. നിങ്ങൾ പറഞ്ഞതെല്ലാം കള്ളമാണല്ലേ? ഈ സ്ഥലത്തിനെ കുറിച്ച് ഒരൊറ്റ വാക്കിൽ പറയണമെങ്കിൽ ഹണ്ടഡ്. വരൂ, നമുക്ക് ഇവിടുന്ന് പുറത്തേക്ക് പോകാം. എന്ത് പറയുന്നു കീക്കോ? ശരി, വാ നമുക്ക് പോകാം. ഇവിടെയുള്ള സാധനങ്ങളെല്ലാം എങ്ങനെയാണ് അനങ്ങുന്നത്? പിന്നെ അവിടെയുള്ള ആ പെയിന്റിംഗ് അതെങ്ങനെയാ തലകീഴായിട്ട് മാറിയത്? എന്റെ അനുവാദം കൂടാതെ നിങ്ങൾ എല്ലാവരും ഇവിടെ വന്ന് വലിയ തെറ്റാണ് ചെയ്തിരിക്കുന്നത്. ഒരിക്കലും നിങ്ങൾ ആരും ഇങ്ങോട്ട് വരരുതായിരുന്നു. ഇപ്പോൾ നിങ്ങൾ ചെയ്ത തെറ്റിന് ശിക്ഷ അനുഭവിച്ചേ പറ്റൂ. എന്റെ ദൈവമേ, അവളൊരു മന്ത്രവാദിനിയാണല്ലോ. ഞാൻ കഴിച്ചതെല്ലാം ആഹാര സാധനങ്ങളാണ്. ഇനി അവൾ എന്നെ തിന്നുന്ന തോന്നുന്നത്. ഭയപ്പെടണ്ട ഡോഡോ, ഒന്നും സംഭവിക്കില്ല. ആ പിന്നൊരു കാര്യം, അവള് പിശാചിനിയുമല്ല മന്ത്രവാദിനിയുമല്ല. ആരോ നമ്മളോട് കളിക്കാണ്. ദേ നോക്കൂ, നിങ്ങളുടെ പേരെന്താണെന്ന് എനിക്കറിയില്ല. ഞാൻ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യാണ്, ദയവേത് നിങ്ങൾ മറ്റുള്ളവരെ പേടിപ്പിക്കരുത്. ഇവിടെ നിന്ന് നിങ്ങൾ പോകുന്നതാണ് നല്ലത്. ദേ നോക്കൂ, പെണ്ണുങ്ങളെ ഞാൻ ഒരിക്കലും മടിക്കാറില്ല. അതുകൊണ്ട് ഞാൻ അവസാനമായി നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യാണ്. അതായത് ആ ക്യാൻ എങ്ങനെയാ അവളെ കടന്ന് പുറത്തേക്ക് പോയത്? അയ്യോ കീക്കോ, അവള് ഭൂതം തന്നെയാണ്. ഒരുപക്ഷെ അവള് മനുഷ്യശ്രീ ആയിരുന്നെങ്കിൽ ഞാൻ അവളുടെ പുറത്തേക്ക് നിന്ന് വീഴുമായിരുന്നില്ലേ? നീ എന്റെ മേലോട്ട് ക്യാൻ എടുത്തെറിഞ്ഞല്ലേ? ഇനി ഞാൻ നിന്നെ വിട്ടയക്കുന്ന പ്രശ്നമേ ഇല്ല. നിങ്ങൾ ഓരോരുത്തരെയും ഞാൻ അടിച്ച് ചമ്മന്തിയാക്കാൻ പോവാണ്. മന്ത്രവാദിനി മേഡം,
നിങ്ങൾ ടോണി ബോസിനെ കൊണ്ടുപോയിക്കോളൂ. അയാൾക്ക് ചമ്മന്തി ചട്നിയും കഴിക്കുന്നത് വളരെ ഇഷ്ടാ. പക്ഷേ ഞങ്ങളെ ദയവേത് വിട്ടേക്കണേ പ്ലീസ്. എനിക്ക് ദേഷ്യം വന്നാൽ ഞാൻ ഈ പിശാചിന് വകവരുത്തുമായിരുന്നു. പക്ഷെ എനിക്കിന്ന് ലൂഡോ കളിക്കാൻ പോകാനുണ്ട്, അതുകൊണ്ട് വിട്ടയക്കുകയാണ്. രാത്രി സമയത്ത് എവിടെയോ ശബ്ദമുണ്ടായാൽ ആരോ എവിടെയോ പതുങ്ങിയിരിക്കുന്നുണ്ട് എന്നാണ് അർത്ഥം. എനിക്ക് മനസ്സിലായി. നിങ്ങൾ ചുരുക്കി പറഞ്ഞ കാര്യം ഇതല്ലേ? അതായത് ഈ ഓടിക്കോ. മമ്മി, വാതിൽ തന്നെ അടഞ്ഞു പോയല്ലോ. ഇനിയിപ്പോ എങ്ങനെയാ നമ്മൾ പുറത്തേക്ക് പോകുന്നത്? നിങ്ങളുടെ എല്ലാവരുടെയും ആത്മാവ് നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്നതായിരിക്കും. പക്ഷേ നിങ്ങളുടെ ഈ ശരീരം ഒരിക്കലും ഈ ബംഗ്ലാവ് വിട്ട് പുറത്തേക്ക് പോവില്ല. മറ്റൊരു വഴിയുമില്ല. ഇപ്പൊ എല്ലാവരെയും സേഫായിട്ട് ഇവിടുന്ന് പുറത്തേക്ക് കൊണ്ടുപോകാൻ ഞാൻ സൂപ്പർ സ്പീഡോയെ വിളിച്ചേ പറ്റൂ. വേഗം, അതിവേഗം R7 നിന്ന് പുറത്തേക്ക് വരട്ടെ സൂപ്പർ സ്പീഡോ കാർ. ഞാൻ കീക്കോ എന്റെ ബെല്ലമെന്ന സൂപ്പർ സ്പീഡോ വിളിച്ചാലുടെ നടി വന്നെത്തുന്ന ഹീറോ ഉലങ്ങായി നിൽക്കുന്ന ഒരു സീറോ എന്റെ മുന്നിൽ അതിലുള്ള വഴി നിന്നെ കൂട്ടിപ്പോ റൈറ്റ് ആയാലും ശരി റോങ് ആയാലും ശരി തെറ്റിക്കണ്ടാൽ ഒരിക്കലും ഞാൻ പൊറുക്കില്ല. ഹലോ ബഡി കീക്കോ, ഇതാ എത്തിക്കഴിഞ്ഞു സ്പീഡോ. കുട്ടി കുറുമ്പുകൾ ചെയ്യണമോ അല്ലെങ്കിൽ അടിപിടി ഗുസ്തി കൂടണമോ? ഹൗ ക്യാൻ ഐ ഹെൽപ്പ് യു? വേഗം പറഞ്ഞോ. സൂപ്പർ സ്പീഡോ, ഈ ബംഗ്ലാവിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ ആകെ ഒരൊറ്റ വാതിലേ ഉള്ളൂ. നമ്മൾ ഇവിടുന്ന് സേഫ് ആയിട്ട് ഇവരെ എല്ലാവരും പുറത്തേക്ക് കൊണ്ടുപോകണം. ഫോർമുല നമ്പർ 58 അപ്ലൈ ചെയ്യും. ബഡി, ആക്ടിവേറ്റിംഗ് ഫോർമുല നമ്പർ 58. On her way to attack, let's go run and not look back. This is not a fairy tale, your spells are going to fail. First we'll rescue everyone, trust me when your luck is done. Everybody hold on tight, Kiko and Dino will make it right. ഓടിക്കോ, ആരും ഇവിടെ നിൽക്കരുത്. സൂപ്പർ സ്പീഡോ, ഇപ്പൊ നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം നമ്മുടെ ഫ്രണ്ട്സിനെ ഇവിടുന്ന് സേഫ് ആയിട്ട് സൺസിറ്റിയിൽ കൊണ്ട് എത്തിക്കേണ്ടതാണ്. ഇപ്പൊ തന്നെ ഫോർമുല നമ്പർ 45 അപ്ലൈ ചെയ്യും. ഫോർമുല നമ്പർ 48 ആക്ടിവേറ്റ് ചെയ്യാം. സൂപ്പർ റോക്കറ്റിനെ വെച്ച് ബസ്സിനെ വലിച്ചോണ്ട് പോകാം. വരൂ, ഇപ്പോൾ നമ്മൾ രണ്ടുപേരും അകത്തേക്ക് ചെന്ന് ആ മന്ത്രവാദിനിയെ വകവരുത്താം. നിങ്ങൾ രണ്ടാള് മാത്രമല്ല, നമ്മൾ 4 പേരും. ഞങ്ങളുടെ കൂട്ടുകാരനെ എന്നും തനിച്ചാക്കി ഞങ്ങൾ എങ്ങോട്ടും പോകില്ല. അതെ, ഒരിക്കലും കിക്കോയെ തനിച്ചാക്കി ഞങ്ങൾ എങ്ങോട്ടും പോവില്ല. അത് കണ്ടോ, അവൾ ഇപ്പോഴും ചുറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ആരും അകത്തില്ലല്ലോ, പിന്നെ ഇവൾ ആരെയാ പുറത്തേക്ക് പോകാൻ പറയുന്നത്? അതിപ്പോ നമ്മൾ അകത്ത് ചെന്നാലേ മനസ്സിലാക്കാൻ പറ്റൂ. നീ ഇപ്പോ എന്താണ് വായിച്ചോണ്ടിരിക്കുന്നത് ട്വിങ്കിൾ? അതിനെക്കുറിച്ച് ഇതിലെന്താ എഴുതി വെച്ചിട്ടുണ്ട്? ഷെടാ, ഈ സാധനങ്ങളെല്ലാം പഴയ സ്ഥാനത്തേക്ക് എങ്ങനെയാ പോയത്? ആ മന്ത്രവാദിനി എങ്ങോട്ടാ പോയത്?
ഞാനൊരു കാര്യം അറിയാൻ വേണ്ടി അങ്ങോട്ട് വന്നത്. നിങ്ങൾ എല്ലാവരും സുരക്ഷിതമായിട്ട് പുറത്തേക്ക് പോയോ ഇല്ലയോ? ഹിമ്മത്തങ്കൾ, ഇപ്പൊ നിങ്ങൾ എന്തെങ്കിലും ഒരു സഹായം ചെയ്യൂ. ഈ മന്ത്രവാദിന്റെ കയ്യിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കൂ. അപ്പൊ അതാണല്ലേ കാര്യം. എന്റെ ദൈവമേ, ആ മന്ത്രവാദിനെ അവിടെ ചുറ്റിക്കൊണ്ടിരിക്കുന്നല്ലോ. ഇവളെ കണ്ടപാടെ എന്റെ വിശപ്പെല്ലാം പമ്പ കടന്നു. ഇപ്പൊ ഞാൻ എന്ത് കഴിക്കും? കീക്കോ, എന്നെ രക്ഷിക്ക്. ഇവളെങ്ങനെയാ രണ്ടാളായി മാറിയത്? ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യും കീക്കോ? സൂപ്പർ സ്പീഡോ, നീ ട്വിങ്കിളിനെയും ഡോഡോയും രക്ഷിക്ക്. ഇവളുടെ കാര്യം ഞാൻ നോക്കിക്കോളാം. ഓക്കെ കീക്കോ. നിന്റെ ഈ പ്രേത ബംഗ്ലാവ് പോലെ നീയും ഡ്യൂപ്ലിക്കേറ്റ് ആണ്. അവളെങ്ങനെയാ ഇത്ര വേഗത്തിൽ പോകുന്നത്? പിടികൂടാൻ പറ്റുന്നില്ലല്ലോ. ഇതൊക്കെ ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന് നിനക്ക് എങ്ങനെ മനസ്സിലായത്? എനിക്ക് അപ്പോഴേ സംശയം തോന്നിയതാ. നിങ്ങൾ എറിഞ്ഞ ബോംബ് പൊട്ടിയിട്ട് അതിൽ ഒരു അടയാളം പോലും അവിടെ ഇല്ലായിരുന്നു. കാരണം ആ മന്ത്രവാദിനിയുടെ ഇമേജ് പോലെ ആ ബോംബ്സ് എല്ലാം വെറും ഒരു ഹാലോഗ്രാഫിക് ഇമേജ് തന്നെയാണ്. അതായത് വെറുതെ ആളുകളെ മണ്ടനാക്കുന്ന സംഭവം. ഇത് കണ്ടോ, ഇതിൽ നിന്നാണ് ഇമേജസ് പുറത്തേക്ക് വന്നത്. ശബ്ദം പോലും ഇതിൽ നിന്നാണ് പുറത്തേക്ക് വന്നത്. എല്ലാവരെയും പേടിപ്പിച്ച് ഈ ബംഗ്ലാവിനകത്തേക്ക് ആരും വരാതിരിക്കാൻ നിങ്ങൾ ചെയ്ത പ്ലാൻ അടിപൊളി. ആ പെയിന്റിംഗ് തലകീഴായി മാറ്റിയത്, ഫർണിച്ചർ, സ്റ്റാച്യു അത് അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങിയത്, അതെല്ലാം നിങ്ങളുടെ വെറും കളിയായിരുന്നു. അതെ, അതുകൊണ്ട് എന്താ? ഇത് എന്റെ ബംഗ്ലാവാണ്. ഇവിടെ ഞാൻ വിചാരിക്കുന്നത് പോലെ എന്തും ചെയ്യും. മിസ്റ്റർ പ്രിൻസ്, നിങ്ങൾ പറയുന്നത് തെറ്റാണ്. കാരണം ഇവിടുത്തെ ഒറിജിനൽ പ്രിൻസ് പല വർഷങ്ങളായിട്ട് ജോയ് സിറ്റിയിലാണ് താമസിക്കുന്നത്. നിങ്ങൾ ഡ്യൂപ്ലിക്കേറ്റ് പ്രിൻസ് ആണ്. ഇത് കണ്ടോ, ട്വിങ്കിൾ ഇന്റർനെറ്റ് ഇല്ലാതെ ചെക്ക് ചെയ്ത് കണ്ടെത്തി. അത് ശരിയാ. ഇപ്പോ നിനക്ക് എല്ലാ കാര്യവും മനസ്സിലായ സ്ഥിതിക്ക് ഞാൻ എന്തിനാ ഇത്തരം ഒരു കള്ളക്കളി കളിച്ചതെന്ന് പറഞ്ഞേക്കാം. ഒന്നര വർഷം മുമ്പ് സൺ സിറ്റിയിൽ നിന്നും ചില ആഭരണങ്ങൾ കളവ് പോയില്ലേ? അത് കൊള്ളയടിച്ചത് ഞാനായിരുന്നു. കൊള്ളയടിച്ചതിന് ശേഷം അതൊക്കെ ഞാൻ ഇവിടെ മറച്ചു വെച്ചിരുന്നു. പിന്നെ എന്റെ ഈ ഡ്യൂപ്ലിക്കേറ്റ് വിച്ചസിനെ യൂസ് ചെയ്ത് ആരും ഈ ബംഗ്ലാവിൽ വരാതെ പേടിപ്പിച്ചു. പക്ഷെ ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ഇതൊക്കെ മറച്ചു വെക്കാനായി പുതിയതായി ഒരു സ്ഥലം കണ്ടെത്തണമെന്നാ തോന്നുന്നത്. അതുകൊണ്ട് ഞാനിതാ ഇറങ്ങിക്കഴിഞ്ഞു. ഇനി എന്നെ ആർക്കും പിടിക്കാൻ പറ്റില്ല. സോറി കിക്കോ, എന്നോട് ക്ഷമിച്ചേക്ക്. ബൈ ബൈ കിക്കോ.
അടുത്ത ജന്മത്തിൽ നമുക്ക് വീണ്ടും കാണാം. സൂപ്പർ സ്പീഡോ ഫോർമുല നമ്പർ 4 അപ്ലൈ ചെയ്യ്. ഫോർമുല നമ്പർ 4 അപ്ലൈ ചെയ്ത് ഉടനെ തന്നെ ഞാൻ അവനെ പിടിച്ചേക്കാം. അവിടെ ചുറ്റി ഇവിടെ ചുറ്റി അവസാനം അവൻ എന്റെ കാൽ ചൂട്ടിൽ വന്ന് കിടക്കുന്നത് നീ കണ്ടില്ലേ ജൂനിയർ? എന്താ പറഞ്ഞത്? സാർ ഇപ്പൊ പറഞ്ഞതിന്റെ അർത്ഥം എന്താന്ന് വെച്ചാ യു ആർ അണ്ടർ അറസ്റ്റ്.